ഏരൂർ നെട്ടയത്ത് ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രി കക്കൂസ് മാലിന്യം ഒഴുക്കി. രാത്രി 12ഓടെയാണ് കുരുവിക്കോടൻ 2 ഏക്കർ മുക്ക് റോഡിൽ രാജരത്നം തോട്ടം പ്രദേശത്താണ് മാലിന്യം ഒഴുക്കിയത്. അസഹനീയമായ ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ ഉണർന്നു നടത്തിയ തെരച്ചിലാണ് റോഡിൽ മാലിന്യം ഒഴുക്കിയിരിക്കുന്നത് കാണപ്പെട്ടത്. ഈ സമയം പ്രദേശത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ട നിലയിലായതിനാൽ സ്ഥലത്തുള്ള CCTVകൾ പ്രവർത്തനരഹിതമായിരുന്നു. തന്മൂലം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച വാഹനത്തെയോ പ്രതികളെയോ കണ്ടുപിടിക്കാൻ പോലീസിനോ നാട്ടുകാർക്കോ കഴിഞ്ഞിട്ടില്ല. പ്രതികൾ മാലിന്യം ഒഴുക്കുന്നതിനായി ബോധപൂർവം പ്രദേശത്തെ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തിയതായാണ് നാട്ടുകാർ സംശയിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപും ഇവിടെ സമാനമായ രീതിയിൽ മാലിന്യം തള്ളിയിരുന്നു. കൃഷിയിടങ്ങളിലടക്കം ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാകുകയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പുനലൂരിൽ നിന്നും അഗ്നിശമന സേന എത്തി റോഡിലെ മാലിന്യം കഴുകി നീക്കം ചെയ്തു. ജനങ്ങളുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാജരത്നം തോട്ടം തൊട്ട് കോണത്തുമുക്ക് വരെയുള്ള പ്രദേശങ്ങളിൽ കാലങ്ങളായിട്ട് കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരവസ്ഥ. നേരത്തെ 2 പ്രാവശ്യം തോട്ടത്തിലാവട്ടെ തള്ളി. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഒരു ടാങ്കർ കൊണ്ടുവന്ന് അവിടെ ഒഴിച്ച് രാജരത്നം തോട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ലെന്നാണ് ഇന്നിപ്പോൾ അറിയുന്നത്. 12 മണിക്ക് ഇപ്പം കറണ്ടും കളഞ്ഞേച്ച് ഇതുപോലത്തെ വേല നമ്മുടെ മുറ്റത്ത് കൊണ്ട് ഒഴിച്ചേച്ച് പോയേക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. നമുക്കിവിടെ കിടക്കാൻ വയ്യ, നാറ്റം കാരണം ഇവിടെ ഇരിക്കാനും വയ്യ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുക. ഞങ്ങളിനി എന്ത് ചെയ്യണോ അതിന് അധികാരികൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തരണമെന്ന് ഞങ്ങൾക്ക് അവരോട് അഭ്യർത്ഥിക്കാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ പിള്ളേരെല്ലാം ഇവിടുന്ന് ഇറങ്ങി പോകാനുള്ളൊരു തയ്യാറെടുപ്പ് നിൽക്കുന്നു. അത്രയും വാടയായത് ഇതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. കുറേ കാലങ്ങൾ കൊണ്ട് ഈ ഒരു പ്രദേശം ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കി പഞ്ചായത്ത് കൊണ്ടുവന്ന് 6 ലക്ഷം രൂപയോ 7 ലക്ഷം രൂപയോ മുടക്കി CCTVയും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്രവർത്തിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ കാര്യങ്ങളിൽ പെട്ടെന്ന് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ഇതിന് നടപടി ഉണ്ടാവണം. നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിലേക്ക് പ്രക്ഷോഭമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോകാനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തുക. ഇന്ന് ഈ അർദ്ധരാത്രിയിൽ നമ്മുടെ കോണത്ത് ജംഗ്ഷൻ സമീപം ജനവാസ മേഖലയിൽ റോഡിൻ്റെ സൈഡ് മെയിൻ റോഡിൽ തന്നെയാണ് ഇന്നിവിടെ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇത് കണ്ട സമയം തന്നെ പോലീസിനും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ആ ഫയർഫോഴ്സ് സംയോജിതമായി തന്നെ എത്തുകയും ഈ കക്കൂസ് മാലിന്യം ജലം ഉപയോഗിച്ച് ഇവിടുന്ന് കഴുകി മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847.